Welcome to the 10th lecture of this paper, BSc Physics Main, Semester 6, Paper 3 Optics. Today's topic is classification of fringes and air wedge. Classification of thin film fringes and air wedge. That is the topic of discussion today, 10th lecture. We look here, classification of fringes. For a thin film, in reflected light, the condition for darkness is 2 mu t cos r equal to lambda. Depending upon the values of r, mu t and lambda, the fringes are classified into 3. അപ്പോൾ അത്രയും നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഒരു തിൻ ഫിലിമിൻ്റെ ഡാർക്ക്നെസ് കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക്നെസ് കണ്ടീഷനാണ് ഇമ്പോർട്ടൻറ്റ്. 2 mu t cos r ലാംഡയാണ് ഡാർക്ക്നെസ് കണ്ടീഷൻ. ഇവിടെ r, mu t, ലാംഡ എന്ന് പറയുന്ന 3 വേരിയബിളാണ്. r ആംഗുലർ റിഫ്രാക്ഷൻ, അത് മാറിക്കൊണ്ടിരിക്കാം പോയിന്റ് മാറുമ്പോൾ. mu t ഒപ്റ്റിക്കൽ പാത്ത്, r എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇപ്പോൾ ടി തിക്നെസ് ആണ്, r ആംഗിൾ റിഫ്രാക്ഷൻ ആണ്, പിന്നെ ലാംഡ വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇത് ലൈറ്റ് മാറുമ്പോൾ ലാംഡ മാറും, ഫിലിമിൻ്റെ ഡിഫറൻറ്റ് പോയിന്റിലേക്ക് പോകുമ്പോൾ mu t മാറും, r ഒക്കെ മാറും. അപ്പോൾ 3 വേരിയബിളാണ് ഈ ഇക്വേഷനകത്തുള്ളത്. അപ്പോൾ ഈ 3 വേരിയബിളിൻ്റെയും മാറ്റമനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രിഞ്ചുകളുടെ ഷേപ്പ് മാറാം. അതുകൊണ്ട് നമ്മൾ ഫ്രിഞ്ചുകളെ 3ആയി തരംതിരിക്കും. 3 വേരിയബിളുകൾ ഉള്ളതുകൊണ്ട് 3 തരം ഫ്രിഞ്ചസ് ഉണ്ട്. So in a thin film, the condition for darkness is 2 mu t cos r is lambda. There are 3 important quantities, r, mu t and lambda. Based on these quantities, the fringe may differ. So we have to classify these fringes into 3 categories. The first category is called Heidinger fringes or fringes of equal inclination. The second is Pisa fringes. And third is FECO. FECO is the fringes of equal chromatic order. You remember, there are 3 classes of fringes. One is Heidinger's fringes, or it is also called fringes of equal inclination. The second is FESO fringes. It is called fringes of equal thickness. And the third one is FECO, fringes of equal chromatic order. And we are going to see one by one. You look here, what are Heidinger's fringes? The first one is Heidinger's fringes. In the case of a thin film, if mu t and r, you remember r, mu t, lambda ആണ് വേരിയബിൾ കേട്ടോ. In the case of thin film, if mu t and r remain constant, the formation of maxima and minima depend upon r only. These fringes are called as Heidinger's fringes. Example, circular fringes in Michelson interferometer. അപ്പോൾ ഞാൻ 3 വേരിയബിളാണല്ലോ പറഞ്ഞത്. r ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ടു ദ ഫിലിം, mu t ഒപ്റ്റിക്കൽ പാത്ത് ഓഫ് ദ ഫിലിം, ആ ലാംഡ വേവ് ലെങ്ത്. അപ്പോൾ ഒരു തിൻ ഫിലിം ഫ്രിഞ്ചസ് ഉണ്ടാകുമ്പോഴേ ഈ മ്യൂട്ടിയും ലാംഡായും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഓരോ ഫ്രിഞ്ച് ഫോർമേഷനും ഈ ആറിനെ മാത്രം ആശ്രയിച്ചിരിക്കും. ആറ് ഞാൻ സൈഡിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടി. എന്താണ് ഈ ഹൈഡിഞ്ചർ ഫ്രിഞ്ചസിൻ്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു തിൻ ഫിലിമിൽ ലൈറ്റ് വീണ് ഫ്രിഞ്ചസ് ഉണ്ടാകുമ്പോൾ അവിടെ മ്യൂട്ടിയും ലാംഡായും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുകയും ഓരോ ഫ്രിഞ്ച് ഫോർമേഷനും ആശ്രയിക്കുന്നത് ഈ ആറിന് മാത്രമാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, റിഫ്രാക്ഷൻ ആംഗിൾ മാത്രമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെയ്ഡിഞ്ചേഴ്സ് ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ. അപ്പോൾ ആറിനെ ആശ്രയിച്ചാണ് ഫ്രിഞ്ച് ഫോർമേഷൻ ഇരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആറ് ഞാൻ സൈഡിൽ ഇരിക്കുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. എന്നിട്ട് ഇങ്ങനെ എഴുതാൻ നോക്കുക. ഇനി സെക്കൻഡ് ക്ലാസ്, ഇറ്റ് ഈസ് കോൾഡ് FISO, FISEAU, FISO ഫ്രിഞ്ചസ് or fringes of equal thickness. മറ്റേതാണ് ഈക്വൽ ഇൻക്ലിനേഷൻ, ഇത് തിക്നെസ്. അപ്പോൾ ഇവിടെ എന്താണ് മ്യൂറ്റിയാണ് ഇവിടുത്തെ ഫാക്ടർ തിക്നെസ് ആകുമ്പോൾ. യു വിൽ ഹിയർ ഞാൻ പിന്നെ മാർജിനിലെ മ്യൂട്ടി ചെയ്തിട്ടുണ്ട്, റൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്, അത് ഇച്ചിരി മാർക്കിടൊക്കെയാണ് മ്യൂട്ടി. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് നിൽക്കുന്ന ആറ് ലാംഡ ആയിരിക്കും. ഓരോ ഫ്രിഞ്ചും ഓരോ മ്യൂട്ടിയെ കറസ്പോണ്ട് ചെയ്യും. ഇഫ് r and lambda are remaining constant, the maxima and minima of the fringes depend on optical path mu t. Each fringe corresponds to a particular
particular value of mu t. Such fringes are called Fizeau fringes. Newton's rings, straight line fringes formed in air wedge are examples. അപ്പോൾ ഓരോ ഫ്രിഞ്ചും ഓരോ മ്യൂട്ടി കറസ്പോണ്ട് ചെയ്യും. എല്ലാ ഫ്രിഞ്ചുകൾക്കും 6 ലാംഡയും കോൺസ്റ്റൻ്റ് ആണ് തിൻ ഫിലിമിൽ എങ്കിൽ അത്തരം ഫ്രിഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ഫീസോ ഫ്രിഞ്ച് അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ്. ന്യൂട്ടൺസ് റിങ്സ്, സ്ട്രൈറ്റ് ലൈൻ ഫ്രിഞ്ചസ് ഇൻ എയർ വെഡ്ജ് ഇവ എക്സാമ്പിളാണ്. ഈ ന്യൂട്ടൺസ് റിങ്സ് നമ്മൾ പഠിക്കാനുള്ളതാണ്, ഈ എയർ വെഡ്ജ് പഠിക്കാനുള്ളതാണ്. എയർ വെഡ്ജ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കും, ന്യൂട്ടൺസ് റിങ്സ് എസ് ആയിട്ട് ചോദിക്കും. അപ്പോൾ അവിടെ രണ്ടിടത്തും ഉണ്ടാകുന്ന ഫ്രിഞ്ചുകളെ വിളിക്കുന്ന പേരാണ് ഫീസോ ഫ്രിഞ്ചസ്. Now comes the third class, which is called FECO, 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 fringes of equal chromatic order. The full form is fringes of equal chromatic order, FECO. Let if a mu t and r, അപ്പോൾ ഇനി കോൺസ്റ്റൻ്റ് ആകുന്നത് mu t and r ആണ്. നമുക്ക് സൈഡിൽ എഴുതേണ്ടത് ലാംഡയാണ്. If mu t and r remain constant, each fringe, ഇവിടെ ലാംഡ സൈഡിൽ എഴുതുന്നത് വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ലാംഡ സൈഡിൽ എഴുതാം. ഫീക്കോ, അപ്പോൾ സൈഡിൽ ലാംഡ എഴുതി റൗണ്ട് ചെയ്യാം കേട്ടോ. If mu t and r remain constant, the maximum and the minima of fringes, അതായത് ക്ലാരിറ്റി കുറവുണ്ട്, ഒന്ന് കേട്ടോളണം. മാക്സിമം മിനിമ ഓഫ് ഫ്രിഞ്ചസ് and minimum fringes on a thin film depend upon wavelength lambda, wavelength only. Such fringes corresponds to a particular lambda. These fringes are called FECO. Thin film fringes with white light is an example. Thin film fringes with white light. അപ്പോൾ ഓരോ ഫ്രിഞ്ചും ഓരോ ലാംഡ, പർട്ടിക്കുലർ ലാംഡയെ കാണിക്കും. എല്ലാ ഫ്രിഞ്ചുകൾക്കും മ്യൂറ്റിയുമാറും സെയിം ആയിരിക്കും. അത്തരം ഫ്രിഞ്ചുകളെ വിളിക്കുന്ന പേരാണ് ഫീക്കോ. അപ്പോൾ എല്ലാം മനസ്സിലായി. ഒന്നാമത്തെ കേസിൽ നമ്മൾ പിന്നെ 6 റൗണ്ട് ചെയ്യും, രണ്ടാമത്തെ കേസിൽ മ്യൂട്ടി റൗണ്ട് ചെയ്യും, മൂന്നാമത്തെ കേസിൽ ലാംഡ റൗണ്ട് ചെയ്യും. അങ്ങനെ വേണം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ മാറിപ്പോകും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ നോട്ട് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രിഞ്ചസ്. അപ്പോൾ 3 ഉണ്ട്. ഏത് വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 ഒരു സാമ്പിൾ ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ഹെയ്ഡിഞ്ചസ് ഫ്രിഞ്ചസ് ഓർ വാട്ട് ആർ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ? രണ്ടൊന്നും തന്നെയാണല്ലോ, അങ്ങനെ ചോദിക്കും. ഇനി വാട്ട് ആർ ഫീക്കോ എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ഫീസോ ഫ്രിഞ്ചസ് അങ്ങനെയൊക്കെ ചോദിക്കും. ഇത് നമുക്ക് പറയേണ്ട അടുത്തൊരു ചെറിയ ടോപ്പിക്കാണ് വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിം. ഈ വെഡ്ജ് എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് പ്ലേറ്റാണ് കാണുന്നത്. നിങ്ങൾ ആ പടം നോക്കി, AB, AC 2 ഗ്ലാസ് പ്ലേറ്റുകളാണ്. ഒപ്റ്റിക്കലി പ്ലെയിൻ ആണ്. അവർക്കിടയ്ക്കൂടി ചെറിയ ആംഗിളുണ്ട്, ഒരു 2 ഡിഗ്രി 1 ഡിഗ്രി ഒക്കെ വരുള്ളൂ. അപ്പോൾ ആംഗിൾ കിട്ടാനായിട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ T തിക്നെസ് ഉള്ള ഒരു പേപ്പർ, അല്ലെങ്കിൽ ഒരു പിന്നെ മുടി മതി, ഹെയർ മതി, അത്രയും കനം മതി, അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പടം നോക്കുമ്പോൾ തോന്നുന്നു മുടി കുത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, മുടി കിടത്തിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ തിക്നെസ്സാണ് കാണിച്ചിരിക്കുന്നത്. കുത്തിവെക്കാൻ പാടായിരിക്കും മുടിയാണെങ്കിൽ. പിന്നെ അല്ലെങ്കിൽ ഒരു സീർട്ട് പേപ്പർ, ഒരു തിക്നെസ്സുള്ള പേപ്പർ, ആ പേപ്പറിലേക്ക് തിക്നെസ് നമുക്ക് ഈ സാധനം കൊണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണിത്? അതിനകത്തൊരു 2 ഗ്ലാസ് പ്ലേറ്റ് ഇടയ്ക്ക് ഒരു എയർ ഫിലിം ഉണ്ട് കേട്ടോ. 2 ഗ്ലാസ് പ്ലേറ്റ് ഇടയ്ക്ക് ഒരു എയർ ഫിലിം ഉണ്ട്. ആ എയർ ഫിലിമിൻ്റെ ഷേപ്പ് വെഡ്ജ് പോലെയാണ്. വെഡ്ജ് അറിയാമല്ലോ, ആപ്പ് നമ്മൾ ഈ ഡെസ്കിനും ബെഞ്ചിനുമൊക്കെ കാലുറപ്പിക്കാനായിട്ട്, കാലിൻ്റെ ബാർ ഉറപ്പിക്കാനായിട്ടുള്ള സാധനം ഉണ്ടല്ലോ മരത്തിൻ്റെ, ആ ഷേപ്പിലാണ് ആ എയർ ഫിലിം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വെഡ്ജ് എന്ന് പറയുന്നത്, എയർ വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട് AB, AC ഗ്ലാസ് പ്ലേറ്റ്. അത് അല്പം തെളിച്ച കുറവുണ്ട്, നോക്കി വായിക്കുക. AB, AC ഗ്ലാസ് പ്ലേറ്റ്സ്, തീറ്റ ഇസ് ദി ആംഗിൾ ഓഫ് വെഡ്ജ്. വെഡ്ജ് മലയാളത്തിൽ ആപ്പ് എന്ന് പറയും. തിക്നെസ് ഓഫ് ദി സ്മോൾ ഒബ്ജക്റ്റ്, ഒരു പേപ്പറോ അല്ലെങ്കിൽ പിന്നെ ഒരു ഹെയറോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സാണ് T, ആ AC അകലം.
Air wedge. What is air wedge? Two thin glass plates, AB and AC, are placed one over the other at one end. They are in contact. At the other end, they are separated. They are separated by a thin piece of paper or human hair. പേപ്പർ ഹ്യൂമൻ ഹെയർ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു സിഗരറ്റ് പേപ്പറോ, ഇപ്പോൾ സിഗരറ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട് പത്തല കഷ്ണമായാലും മതി, അല്ലെങ്കിൽ ഹ്യൂമൻ ഹെയർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും. റൈറ്റ് സൈഡിൽ ആ ബി സി എന്നുള്ള ആ ഭാഗമാണ്, ബി സി ആണ് അവിടെ. നൗ എ വെഡ്ജ് ഷേപ്ഡ് എയർ ഫിലിം ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. സിൻസ് ദ ഫിലിം ഈസ് ഓഫ് എയർ, ഇറ്റ് ഈസ് ഫോർ എയർ വെഡ്ജ്. അപ്പോൾ രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ആണ് ഈ താഴെ കാണുന്നത്, ഈ പടത്തിൽ താഴെ കാണുന്നത് എയർ വെഡ്ജ്. എ ബി എ സി രണ്ട് പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് ആണ്. അവയ്ക്ക് ഒരറ്റത്ത് നമ്മൾ എയർ അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ എയറിൻ്റെ ഷേപ്പ് അതിനകത്ത് വരുന്നത് ഒരു വെഡ്ജ് പോലെയാണ്. അതിലേക്ക് ലൈറ്റ് മുകളിൽ നിന്ന് വീഴുക കേട്ടോ. ലൈറ്റ് മുകളിൽ നിന്ന് ഒരു 45 ഡിഗ്രി ചരിച്ച് വെച്ച ഗ്ലാസ് പ്ലേറ്റ് ലൈറ്റ് വീഴ്ത്തിയിട്ട് താഴോട്ട് അയക്കുകയാണ്, റിഫ്ലക്റ്റ് ചെയ്യും. ഇതൊരു തിൻ ഫിലിമാണ്, വളരെ കനക്കുറവാണ് കേട്ടോ. ഇത്രയൊന്നും ഇല്ല, ഇത് നമ്മളൊന്ന് കാണാൻ വേണ്ടി വരച്ചിരിക്കുന്നതാണ്. വളരെ തിന്നാണ്, കാരണം മുടി കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന എന്ത് ഗ്യാപ്പ് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ലൈറ്റ് വീണ് കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് ഉണ്ടാകും, അവിടെ തിൻ ഫിലിം ഫ്രിഞ്ചസ് ഉണ്ടാകും. അത് നമുക്ക് മുകളിലുള്ള മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും, റീഡിങ് എടുക്കുകയും ചെയ്യാം, ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്യാം. ഫ്യൂസോ ഫ്രിഞ്ചസാണ് കിട്ടുന്നത്. ഫ്യൂസോ ഫ്രിഞ്ചസ് നമ്മൾ ഇതിൽ ന്യൂട്രൺ റിങ്സും അതുപോലെ ഫ്രിഞ്ചസും വെഡ്ജ്, എയർ വെഡ്ജ്, അവയെല്ലാം ഫ്യൂസോ ഫ്രിഞ്ചസിൻ്റെ എക്സാമ്പിളാണ്. ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ് ആണ്, അതാണ് ഇതിൻ്റെ പുറത്ത് കാണുന്നത്. അത് ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കി നമുക്ക് ഫ്രിഞ്ചസ് കാണാം, കൗണ്ട് ചെയ്യാം, മൈക്രോമീറ്റർ സ്ക്രൂ വർക്ക് ചെയ്തിട്ട് റീഡിങ് എടുക്കുക. ഇനി എന്താണ് ചെയ്യുന്നത് നോക്കുക. എസ് ഇസ് ആൻ എക്സ്റ്റെൻഡഡ് സോഴ്സ്, ആ പടത്തിൽ കാണുന്ന മുകളിൽ നിന്ന്, ഇസ് ആൻ എക്സ്റ്റെൻഡഡ് സോഴ്സ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് വേവ് ഇൻ ദി ലാംഡ. ദിസ് ലൈറ്റ് ഈസ് പാർഷ്യലി റിഫ്ലക്റ്റഡ് ടുവേഴ്സ് ദി എയർ വെഡ്ജ് ബൈ മീൻസ് ഓഫ് എ ഗ്ലാസ് പ്ലേറ്റ് G. ഇത് എയർ വെഡ്ജ് ഫോംസ് സ്ട്രൈറ്റ് ലൈൻ ഫ്രിഞ്ചസ് കോൾഡ് ഫ്യൂസോ ഫ്രിഞ്ചസ്. ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ടാകുന്ന ഫ്രിഞ്ചസിനെ നമ്മൾ ഫ്യൂസോ ഫ്രിഞ്ചസ് എന്നാണ് പറയുന്നത്. It can be seen that, or it can be shown that. It can be shown that fringe width beta is equal to lambda by 2 theta mu, where mu is 1/4 air, theta is angle of the wedge and lambda is the wavelength. അപ്പോൾ എയർ വെഡ്ജിൽ ഈ ഫീസ ഫ്രിഞ്ച് കിട്ടുമ്പോൾ അതിൻ്റെ ഫ്രിഞ്ച് വിടുത്ത് അതിൻ്റെ ഇക്വേഷനാണ് ബീറ്റ ഇസ് ലാംഡ ബൈ 2 theta mu. You note the importance, the speciality of that equation. In this equation, all letters are Greek letters. There is no ABC. Beta is lambda by 2 theta mu. ബീറ്റയും ലാംഡയും തീറ്റയും മ്യൂ എല്ലാം ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോർമുല കിട്ടുന്നത്. ഇപ്പോൾ എയർ ആകുമ്പോൾ മ്യൂവിൻ്റെ വാല്യൂ 1 കൊടുത്താൽ നമുക്ക് ബീറ്റ ഇസ് ലാംഡ ബൈ 2 theta എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എയർ വെഡ്ജിലെ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ. ബീറ്റ ഇസ് ലാംഡ ബൈ 2 theta mu. From this relation, we can write theta. അതിൽ തീറ്റ ആണല്ലോ, ലാംഡ ബൈ 2 beta mu. But theta is equal to T by X, ആർക്ക് ബൈ റേഡിയസ്. നമ്മളാ പടം നോക്കിയാൽ കാണാം. ഈ പടത്തിൽ നോക്കുമ്പോഴേ ആ ബി സി ആണ് ടി, ആ എ സി ആണ് എക്സ്, ആംഗിൾ തീറ്റ ഈസ്. അല്ലെങ്കിൽ മുകളിലത്തെ പടം നോക്കൂ, ഉണ്ടോ ഇത് ബി സി ആണ് ടി, എ സി ആണ് എക്സ്, തീറ്റ ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ടി ബൈ എക്സ് നമുക്ക് എഴുതാം. ആ ടി ബൈ എക്സ് നമ്മളിവിടെ കാണിക്കും, ഉണ്ടോ. But theta is T by X. Question number 2, where T is the thickness of small object. Small object is hair, അല്ലെങ്കിൽ paper. And alpha and X is the length of the plate. ആ ലോവർ പ്ലേറ്റ് എ സിയുടെ ലെങ്ത് ആണ് എക്സ്. അപ്പോൾ അത് രണ്ട് തീറ്റയാണല്ലോ. ഇക്വേഷൻ 1 and 2 are theta. So we can equate them. Equating T by X is lambda by 2 beta mu, equation number 4. Then measuring beta, thickness T of the object can be determined. അപ്പോൾ നമുക്ക് ഈ ബീറ്റ അളന്നാൽ ബാക്കി എല്ലാ വാല്യൂ അറിയാവുന്നതാണ്. തീറ്റയുടെ വാല്യൂ നമ്മൾ T by X കിട്ടി,
അപ്പോൾ ഈ ബീറ്റ അളന്നാൽ ആ മിക്രോസ്കോപ്പ് കൊണ്ട് ബീറ്റ അളന്നാൽ നമുക്ക് ടി ഈസിയായി കണ്ടുപിടിക്കാം. അതാണ് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. എക്സ് എന്ന് പറയുന്നത് ആ പ്ലേറ്റിന് നീളം, ലോവർ പ്ലേറ്റിന് നീളം. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ നോക്കും. ഡിസ്ക്രൈബ് ദി ഫോർമേഷൻ ഓഫ് ഫ്രിഞ്ചസ് ബൈ എയർ വെഡ്ജ്. എയർ വെഡ്ജ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, ഷോർട്ട് ആൻസറാണ്. അപ്പോൾ അതിന് പ്രോബ്ലം ഉണ്ട്. ഇൻ എയർ വെഡ്ജ് എ വയർ ഓഫ്, ഇപ്പോൾ പേപ്പറിൽ ഒരു വയർ എന്ന് പറയും, വയർ ഓഫ് certain thickness is placed at a distance of 10 centimeter from the edge of the wedge using light wavelength 600 nanometer. 600 nanometer. 5 fringes are seen to be 10 millimeter apart. Calculate the thickness, diameter of the wire. What is it? Theta is equal to T by X. Theta is equal to lambda by 2 beta mu. Equate T is equal to lambda X by 2 beta mu. Write all the values. Lambda is 600 nanometer. That is 600 into 10 raised to minus 9 meter. X is 10 centimeter, 0.1 meter. Beta 5 fringes in 10 millimeter എന്നാണ് പറയുന്നത്. അപ്പോൾ 2 millimeter, 2 into 10 raised to minus 3 meter. Mu is 1 for air. Put the values. Put the values in the equation. We get T 600 into 10 raised to minus 9 into 0.1 by 2 into 10 raised to minus 3 into 1. 1.5 into 10 raised to minus 5 meter. That is the answer. And here is a homework for you. You can easily do it. A wire is placed at a distance of 4 centimeter from the edge of a wedge using a light wavelength of 5893 angstrom. 10 fringes are seen to be 2.947 millimeter apart. Calculate the thickness of the wire. Same problem, similar problem. T is equal to 0.04 millimeter. We get in meter. Our conversion thickness is found to be 0.04 millimeter. Oh, it is done here. The problem is done here. So you can copy down. Now there is another important question, that is test for optical plainness or optical flatness. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടെസ്റ്റ് ഫോർ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്നസ്. അതായത് നമുക്ക് പല പരീക്ഷണങ്ങളിലും നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റ് വേണം. ഒപ്റ്റിക്കലി നിരപ്പെന്ന് പറയും, സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് എന്ന് പറയും. ഈ ഗ്ലാസ് പ്ലേറ്റ് ഇപ്പോൾ നമ്മൾ ജനറലിലും മറ്റുമൊക്കെ ഗ്ലാസ് പ്ലേറ്റുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അവയൊന്നും ഒപ്റ്റിക്കൽ പ്ലെയിൻ അല്ല. അവയ്ക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ഒരു കർവേച്ചറൊക്കെ കാണാം, നിരപ്പായിരിക്കത്തില്ല. പക്ഷേ ലാബിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ ന്യൂട്ടൺസ് റിങ്സ് പോലുള്ള പരീക്ഷണത്തിന് നമുക്ക് നിരപ്പായിട്ടുള്ള ഒപ്റ്റിക്കലി ഫ്ലാറ്റ് പ്ലേറ്റ് വേണം, പ്ലെയിൻനെസ് ഉള്ള പ്ലേറ്റ് വേണം. വി നീഡ് optically flat plates in most of the experiments in optics. Ordinary glass plate is not optically plain. So when a glass plate is given, we can check it whether it is optically plain or not by a simple experiment. ഒരു ലഘു പരീക്ഷണത്തിലൂടെ തന്നിരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റ് ഒപ്റ്റിക്കലി പ്ലെയിൻ ആണോ, ഒപ്റ്റിക്കലി ഫ്ലാറ്റ് ആണോ, നല്ല നിരപ്പുള്ളതാണോ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പരീക്ഷണമാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിന് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് വേണം കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് പ്ലേറ്റ് വേണം. അതാണ് എസ്. അതിൻ്റെ പുറത്ത് ടെസ്റ്റ് ചെയ്ത പ്ലേറ്റ് എ ബി വെക്കണം. ഒരു ചെറിയ പേപ്പർ കഷ്ണം കൊണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ബെഡ്ജ് ഫോം ചെയ്താൽ മതി പഴയതുപോലെ. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ലൈറ്റ് വീഴുമ്പോൾ ഈ ഒരേ തിക്നെസ് ഉള്ള പീസ് ഓഫ് ഫ്രിഞ്ചസ് കിട്ടിയാൽ ആ പ്ലേറ്റ് എ ബി ഒപ്റ്റിക്കലി പ്ലെയിൻ ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ കാണുന്ന ഫ്രിഞ്ചസ് എല്ലാം വളഞ്ഞോ തിരിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനർത്ഥം കറക്റ്റ് വെഡ്ജ് അവിടെ ഇല്ല, എ ബി എന്നുള്ള പ്ലേറ്റ് ഒപ്റ്റിക്കലി പ്ലെയിൻ ആയിരിക്കത്തില്ല. അതാണ് മീനിങ്. Principle of interference can be used to test. Principle of interference can be used to test the plainness of surface. For this, a standard flat plate AC is taken. The plate AB to be tested is kept inclined at a certain angle over AC such that a wedge-shaped air film is enclosed between. അപ്പോൾ നമ്മൾ എ സി എന്ന സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് പ്ലേറ്റിന് പുറത്താണ് എ ബി വെക്കുന്നത്. ഒരു പേപ്പർ കഷ്ണം കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം, വെഡ്ജ് ഉണ്ടാക്കണം.
Interference takes place when light rays reflected from the upper and lower surface of the film. Fringes of equal thickness, that is straight line freesaw fringes, are observed if AB is optically flat. If the fringes seen are not of equal thickness, the surface is not optically flat. For this type of checking, a standard flat AC is required. അപ്പോൾ അതായത് എ സി സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് ആണ്, അതിൻ്റെ പുറത്ത് എ ബി വെച്ചിട്ട് ലൈറ്റ് വീഴ്ത്തി സ്ട്രെയിറ്റ് ലൈന് ഫ്രീസ് ഓഫ് ഫ്രിഞ്ചസ് കിട്ടുമോ എന്ന് നോക്കണം. കിട്ടിയില്ല എങ്കിൽ അത് ഫ്ലാറ്റ് അല്ല. നമ്മളത് എടുത്ത് ഉരച്ച് പിന്നെ പേപ്പർ കൊണ്ട് അതുകൊണ്ട് ഉരച്ച് നേരെയാക്കി, സാൻഡ് പേപ്പർ കൊണ്ടൊക്കെ ഉരച്ച് നേരെയാക്കി ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ആക്കണം. അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ഒപ്റ്റിക്കലി പ്ലെയിൻ പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഫ്യൂസ് ഓഫ് ഫ്രിഞ്ചസ് കിട്ടും ലൈറ്റ് വീഴുമ്പോൾ. അല്ലെങ്കിൽ കിട്ടില്ല, വളഞ്ഞിരിക്കും. ഇനി അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് പ്ലേറ്റ് എ സി വേണം. അങ്ങനൊരു പ്ലേറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് അടുത്ത ഡിസ്കഷൻ കൊടുക്കുന്നത്. ഇഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് ഈസ് നോട്ട് അവൈലബിൾ, വാട്ട് വി ഡു ടു ചെക്ക് വെദർ ദ ഗിവൺ പ്ലേറ്റ് ഈസ് ഒപ്റ്റിക്കലി പ്ലെയിൻ ഓർ നോട്ട്. ഒപ്റ്റിക്കൽ പ്ലെയിൻനെസ് ചെക്ക് ചെയ്യാൻ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് പ്ലേറ്റ് ലഭ്യമില്ലെങ്കിൽ ഏത് രീതിയിൽ അതിൻ്റെ പ്ലെയിനെസ് ചെക്ക് ചെയ്യാം എന്നുള്ളത് ഇനി പറയണം. ഇഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് ഈസ് നോട്ട് അവൈലബിൾ, ദ ഗിവൺ ഗ്ലാസ് പ്ലേറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ആസ് ഫോളോസ്. പ്ലേസ് ദ ഗിവൺ ഗ്ലാസ് പ്ലേറ്റ് in a beaker. You write as beaker, 2 letters missing on cutting. Place the given glass plate on a beaker. You write beaker and pour water into it until the level of water is just above the glass plate. Water surface optically plane. Then a wedge-shaped film is formed in between water surface and the plate. Light is allowed to incident on the surface of the surface if the fringes obtained are straight and parallel. The given plate is optically plane. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ഗ്ലാസ് പ്ലേറ്റ് എ സി ലഭ്യമല്ലെങ്കിൽ എങ്ങനെ പ്ലെയിൻനെസ് ചെക്ക് ചെയ്യും? അതിന് മാർഗമുണ്ട്. അതിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഒരു ബീക്കർ എടുക്കണം. ആ ബീക്കറിലേക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഗ്ലാസ് പ്ലേറ്റ് വെക്കണം, എ ബി. അതിനപ്പുറത്തേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒരു അല്പം മുകളിൽ വരെ ഒഴിച്ചാൽ മതി. ഗ്ലാസ് പ്ലേറ്റ് മുങ്ങിയിരിക്കുന്ന പോലെ ജസ്റ്റ് മുങ്ങുന്ന പോലെ വെച്ചാൽ മതി. ഈ ഗ്ലാസ് പ്ലേറ്റിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം അതിന് പുറത്ത് നിൽക്കുമല്ലോ. ഈ വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ സർഫസ് കൃത്യമായിട്ട് ഒപ്റ്റിക്കലി പ്ലെയിനാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ആയി, താഴെ ഗ്ലാസ് പ്ലേറ്റ് ഇരിപ്പുണ്ട്, അവ പിടിച്ചുണ്ടായിക്കോളൂ. എന്നാൽ ലൈറ്റ് വീഴുമ്പോൾ നമുക്ക് പിന്നെ സ്ട്രൈറ്റ് ലൈൻ ഫ്യൂസ് ഓഫ് ഫ്രിഞ്ചസ് കിട്ടുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റ് ഒപ്റ്റിക്കലി പ്ലെയിൻ ആണ്. അപ്പോൾ എങ്ങനെയാണ്? ടേക്ക് എ ബിഗർ, പ്ലേസ് ദി ഗിവൺ ഗ്ലാസ് പ്ലേറ്റ് ടു ബി ടെസ്റ്റഡ് ഇൻ ദ ബിഗർ, pour water until the level of water is just above the glass plate, and you know water surface is purely optically plane, completely optically plane when light is incident. If you get straight line fuse of fringes, the given glass plate is optically plane. Otherwise we can grind and make it optically plane. So the question is, how will you check the optical plainness of a glass plate? അപ്പോൾ രണ്ട് തരത്തിൽ പറയാം. ഒന്ന് ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് ഉപയോഗിച്ചിട്ട്, മറ്റൊന്ന് ബീക്കറും വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. So you study this case. It's a very important question. Testing of optical plainness of a glass plate. Very important question. And that is solved with your 10th lecture on optics. Thank you very much.